നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് ഫിജിക്കാർഡ്.com എന്നാണ്. ഇവിടെ നമുക്ക് കാണാം വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്. അതായത് നമുക്ക് ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫിജിക്കാർഡ്.com. നേരിട്ട് നമുക്ക് സാധനങ്ങൾ കണ്ടുകൊണ്ട് വാങ്ങാനുള്ള സ്റ്റോറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആണ്. ഇത് രണ്ടും കൂടെ ഒന്നായിട്ട് വരുന്ന ഒരു വലിയ അവസരമാണ് ഫിജിക്കാർഡ്.com എന്ന് പറയുന്നത്. ഇവിടെ കാണാം ടെക്നോളജി ചേഞ്ചസ്. നമ്മളെ ഫോണൊക്കെ ഇപ്പം വളരെ അപ്ഡേറ്റഡായി. നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി സാധാരണ കടകളിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൽ കൂടുതൽ ഇപ്പോൾ ഓൺലൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശക്തിമാനായിട്ടോ ഭയങ്കര ബുദ്ധിമാനായിട്ടോ കാര്യമില്ല. കാലഘട്ടത്തിൻ്റെ മാറ്റം നമ്മളുടെ ബിസിനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ആ മേഖലയിൽ നിലനിൽക്കാനാവുള്ളൂ എന്നാണ് തൊട്ടു മുകളിൽ കൊടുത്തിട്ടുള്ള ആ കോട്ടിൽ എഴുതി വച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേൾഡ്സ് ഫസ്റ്റ് ഫിജിറ്റൽ കമ്പനി വിത്ത് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രീസ് എന്ന് കാണാം. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ വളർച്ചയും വരുമാനവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ 4 മേഖല ആദ്യമായിട്ട് ഒരു ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്ന സംവിധാനമാണ് നമ്മളെ കമ്പനിക്കുള്ളത്. ഒന്നാമത്തെ മേഖലയാണ് ഇ-കൊമേഴ്സ്. ഫ്ലിപ്കാർട്ടും ആമസോണും പോലെ ഓൺലൈൻ വ്യാപാരത്തിന് പറയുന്ന പേരാണ് ഇ-കൊമേഴ്സ്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം ഉപഭോക്താവിലേക്ക് ഇടനിലക്കാരൊന്നുമില്ലാതെ എത്തിക്കുന്ന സംവിധാനത്തിന് പറയുന്നതാണ് ഡയറക്റ്റ് സെല്ലിംഗ്. അത് മുഖേന പരസ്യത്തിനൊക്കെ കൊടുക്കുന്ന ഒരു വലിയ തുക നമുക്ക് ലാഭകരമായിട്ട് കിട്ടുകയും അതിലൂടെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടി ലഭിക്കുന്നു. അടുത്തൊരു മേഖലയാണ് റെഫറൽ മാർക്കറ്റിംഗ്. നമ്മുടെ റെഫറൽസിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് വരുമാനം തരാൻ വേണ്ടി ഉപയോഗിച്ച സംവിധാനം എന്ന് പറയുന്നത് റെഫറൽ മാർക്കറ്റിംഗ് ആണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇന്ന് നമ്മളെല്ലാവരും ഇൽനെസ്സിലാണ്. നമുക്ക് വലിയ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വേണ്ടത്ര വൈറ്റമിൻസ് ഒന്നും കിട്ടാത്തൊരു സാഹചര്യമാണ്. ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ശരീരത്തിന് ആരോഗ്യവും ആയുസ്സും ഒക്കെ പ്രധാനം നൽകുന്ന പ്രൊഡക്റ്റുകളുടെ പ്രാധാന്യം വളരെ കൂടുതലാണ്. ആ പ്രൊഡക്റ്റിൻ്റെ മേഖലയ്ക്ക് പറയുന്ന പേരാണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. അങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ 4 മേഖല ഈ ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഇ-കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ എന്ന് കൊടുത്തിട്ടുള്ളത് കാണാം. അതായത് 2009 $390 കോടി കച്ചവടമാണ് ഈ മേഖലയിൽ ലോകത്ത് നടന്നിട്ടുള്ളത്. 2016 ആയപ്പോഴത്തേക്കും ഏകദേശം 3800 കോടി കച്ചവടമായി മാറി. 2026 $20,000 കോടി ഈ കച്ചവടം കടക്കുമെന്നാണ് പറയപ്പെടുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മോഡലുകൾ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് കാണാം. ഫേസ്ബുക്ക്, ആമസോൺ, പേപ്പാൽ, യൂബർ ഇതൊക്കെ ആപ്ലിക്കേഷനുകളാണ്. ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതല്ല അല്ലാതെ വലിയ രീതിയിലുള്ള പ്രൊഡക്റ്റുകളൊന്നും ഇവർക്ക് ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഡയറക്റ്റ് സെല്ലിംഗ് ബൂമിംഗ്, അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടേൺ ഓവർ അറൗണ്ട് ദ വേൾഡ് ആണ് കൊടുത്തിട്ടുള്ളത്. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ 33 കോടി ജനങ്ങളാണ് ഉള്ളത്. 3,37,810 കോടിയുടെ ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. തൊട്ട് താഴെ ചൈന കാണാം, മറ്റ് രാജ്യങ്ങളൊക്കെ കാണാം. ഏറ്റവും താഴെ ഇന്ത്യനെ നോക്കുന്ന സമയത്ത് 140 കോടി ജനങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ 19,000 കോടിയുടെ ബിസിനസ്സേ നടക്കുന്നുള്ളൂ. ഏകദേശം 100 കോടിക്ക് മുകളിൽ ജനസംഖ്യ ഉണ്ടായിട്ടും ബിസിനസ്സിൽ വളരെ പുറകിലാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കാം. 64,500 കോടിയുടെ ബിസിനസ്സാണ് 2025 പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ. അതായത് ഇന്ത്യ ലോക രാജ്യങ്ങളുടെ പട്ടികയിൽ ഏകദേശം ഒരു 6ാം സ്ഥാനത്തേക്കൊക്കെ കയറും എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും 58 ലക്ഷം ജനങ്ങൾ മാത്രമേ ഇന്ത്യയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. അതിൽ തന്നെ 53% ആളുകളും സ്ത്രീകളാണ് എന്നുള്ളത് തൊട്ടു താഴെ കൊടുത്തിട്ടുള്ള കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഇത്രയും യൂണിവേഴ്സിറ്റികൾ ഇത് പാഠ്യവിഷയമാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ഹാർവാർഡ് ബിസിനസ് സ്കൂൾ, അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്ന ഈ ഒരു മേഖല പാഠ്യവിഷയമാണ്. ഇത് കമ്പനിയുടെ ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റാണ്. അതേപോലെ തന്നെ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് ഇതൊക്കെ കാണാം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന കമ്പനിയുടെ ഗൈഡ് ലൈൻസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് കേരളത്തിലെ എല്ലാ പേപ്പേഴ്സിലും ഇതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേപ്പർ റിപ്പോർട്ടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കമ്പനിയുടെ ലോഞ്ചിങ് ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തിലോത്തമൻ സാറായിരുന്നു ഇനാഗുറേഷൻ. സിവിൽ സപ്ലൈസ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. 2018 ജൂലൈ 8 ഉദ്ഘാടനം നടന്നിട്ടുണ്ടായിരുന്നത്. തമന്യ ഭാട്ടിയായിരുന്നു
നമ്മളുടെ ഉദ്ഘാടകയായിട്ട് അന്ന് പ്രധാന ഗസ്റ്റായിട്ട് ഉണ്ടായിരുന്നത്. ദുബായിൽ ന്യൂട്രിചാർജ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് കമ്പനിയിൽ ആഡായ സമയത്ത് അതിൻ്റെ ഇനാഗുറേഷൻ വന്നിട്ടുണ്ടായിരുന്നത് സാനിയ മിർസി ആയിരുന്നു. അതിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റുള്ള കമ്പനിയാണ് നമ്മളുടെ കമ്പനി. നമ്മളുടെ ബോബി ചെമ്മണ്ണൂരാണ് നമ്മളുടെ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ നമ്മളുടെ ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നമുക്ക് ജ്വല്ലറി മേഖലകളാണ് പരിചയം ഉണ്ടാകുമെങ്കിലും NBFC, ബോബി ബസാർ, ചിറ്റ്സ്, നിധി, മൈക്രോ ഫിനാൻസ്, ക്ലബ് ഓക്സിജൻ, ഓക്സിജൻ റിസോർട്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലാത്തതായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് വേറെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി കമ്പനിയുടെ വിഷനും മിഷനും എന്താണ്? കമ്പനിയുടെ വിഷനും മിഷനുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് ചെയ്യാനുള്ള അവസരം സാധാരണക്കാരായിട്ടുള്ള ഓരോരുത്തർക്കും നൽകിക്കൊണ്ട് സാമ്പത്തികമായിട്ട് അവരെ അസാധാരണക്കാരാക്കി മാറ്റുക, അവരെ ഉയർത്തുക എന്നുള്ളതാണ് കമ്പനിയുടെ ഏറ്റവും വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഫിജിക്കാർട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് കമ്പനിയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ ഹെഡ് ഓഫീസിൻ്റെ ഫോട്ടോ കാണാം, നമ്മളുടെ വെയർ ഹൗസിൻ്റെ ഫോട്ടോ കാണാം. ഇതൊക്കെ തൃശ്ശൂരാണ് സ്ഥിതി കൊള്ളുന്നത്. നമ്മളുടെ നാഷണൽ ഹൈവേ സൈഡിലാണ് ഏറ്റവും വലിയ നമ്മളുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടു താഴെ കാണുന്ന ട്രക്കിൻ്റെ ഫോട്ടോസൊക്കെ നമ്മളുടെ ഡെലിവറിക്ക്, ഓൾ ഇന്ത്യ ഡെലിവറിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സ്വന്തം ട്രക്കുകളാണ്. ഇത് ഫിജി സ്റ്റോറാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, 2 രീതിയിലാണ് നമ്മൾ ആപ്ലിക്കേഷനിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ പറ്റുക. നമ്മളുടെ സ്റ്റോറുകളുടെ ഫോട്ടോ ആണ്. കേരളത്തിൽ 50-ലധികം സ്റ്റോറുകൾ നിലവിൽ നമുക്ക് ഉണ്ട്. ഇവിടെ കമ്പനിയുടെ സ്വന്തം സാധനങ്ങളും അതേപോലെ തന്നെ പോപ്പുലർ ബ്രാൻഡായിട്ടുള്ള സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഫിജി ബ്രാൻഡ്സ് എന്നുള്ള സാധനങ്ങളിൽ കുറേ ബ്രാൻഡുകൾ നമുക്കുണ്ട്. ആര്യസുക്ത, ഫിജി ഗ്രീൻ, ഡേ, ബോബീസ്, അത്തരത്തിലുള്ള കുറേ ബ്രാൻഡുകളുണ്ട്. ഗ്രോസറി പ്രൊഡക്റ്റ്, പെയിൻറ്റ്, അതേപോലെ തന്നെ ലെതർ ഐറ്റംസ്, അത്തരത്തിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനിയിൽ അവൈലബിൾ ആണ്. പോപ്പുലർ ബ്രാൻഡ്സിൽ നമുക്ക് വളരെ പരിചയമുള്ള സാധനങ്ങൾ നമുക്ക് വേറെയും കാണാൻ സാധിക്കും. കമ്പനി 2 തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് ബ്രാൻഡ് ചെയ്യുന്നത്. ഒന്ന് കമ്പനിയുടെ സ്വന്തം ബ്രാൻഡുകളും, ഒന്ന് പോപ്പുലർ ബ്രാൻഡ്. പോപ്പുലർ ബ്രാൻഡ് ഞാൻ അധികം വിശദീകരിക്കണമെന്നില്ലാന്ന് തോന്നുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് മിക്കതും. ഇനി എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുക? നമ്മളുടെ KYC ഡോക്യുമെൻറ്റ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഈ 3 ഡീറ്റെയിൽസ് ഈ ആപ്ലിക്കേഷനിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നമുക്ക് ഒരു ID ക്രിയേഷൻ ചെയ്തു തരാൻ സാധിക്കും. സ്വന്തമായിട്ട് നമുക്ക് ക്രിയേഷൻ ചെയ്യാൻ സാധിക്കില്ല. ഒരു റെഫറലിലൂടെ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ID ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുക. ഒരു പാർട്ട്ണർഷിപ്പൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഫിജിക്കാർട്ടിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അതിന് സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പാർട്ട്ണർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ജോലി? പ്രൊമോഷനാണ്. നമുക്ക് ഓൺലൈനായിട്ടും പ്രൊമോഷൻ ചെയ്യാം, ഫിസിക്കലായിട്ടും പ്രൊമോഷൻ ചെയ്യാം. ഓൺലൈനായിട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു റെപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് നമ്മളുടെ ID ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലേക്ക് ഒരു പാർട്ട്ണർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ID ഓപ്പൺ ആകുന്നതാണ്. ആ സമയത്ത് നമുക്കൊരു ലിങ്ക് കോപ്പി ചെയ്യാൻ കിട്ടും. ആ ലിങ്ക് നമുക്ക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പിലൂടെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കാം. നമ്മൾ അയച്ചു കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആരൊക്കെ എന്ത് സാധനം വാങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ ഒരു ലാഭവിഹിതം നമ്മളുടെ IDയിലേക്ക്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറും. ഇതാണ് ഓൺലൈൻ പ്രൊമോഷൻ. ഫിസിക്കലായിട്ട് ഡയറക്റ്റ്ലി നമ്മളുടെ സുഹൃത്തുക്കളോട്, ഫിസിക്കലായിട്ടുള്ള പ്രൊമോഷൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഡയറക്റ്റ്ലി നമ്മുടെ സുഹൃത്തുക്കളോട് ഹോൾ മീറ്റിങ്ങിലൂടെയൊക്കെ പറയാം. അതിൻ്റെ തന്നെ മറ്റൊരു വേർഷനും ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാ ദിവസങ്ങളിലും നമുക്ക് സൂമിലൊക്കെ മീറ്റിങ്ങുകൾ ഉണ്ടാവും. ആ മീറ്റിങ്ങുകളിലൂടെ നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് ഈ ബിസിനസ് അവസരത്തിനെ കുറിച്ച് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇവിടെ ട്രേഡ് വിത്ത് ടെക്നോളജി എന്നൊരു സ്ലൈഡ് കൊടുത്തിട്ടുള്ളത് കാണാം. അതായത് നമ്മൾ നിലവിൽ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട 3 രീതികളാണ്. ഒന്ന് ട്രഡീഷണൽ രീതിയാണ്, സാധാരണ നമ്മൾ കടയിൽ പോയി വാങ്ങുന്ന രീതി. മാനുഫാക്ചർ, C&F, നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, അങ്ങനെ ഏകദേശം 8ഓളം ഇടനിലക്കാർ കഴിഞ്ഞിട്ടാണ് നമ്മളെ കൈകളിലേക്ക് ഒരു സാധനം എത്തുന്നത്. ഈ സമയത്ത് 60 മുതൽ 80% വരെ സാധനങ്ങൾക്ക് വില കൂടും. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കൊടുത്തിരിക്കുന്ന മെത്തേഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇ-കൊമേഴ്സ്. അവിടെ കുറച്ച് തന്നെങ്കിലും സാധനങ്ങൾക്ക് വില കുറവിൽ നമുക്ക് കിട്ടാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇടനിലക്കാരുടെ അളവ് കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് വില കുറവിൽ തരാൻ സാധിക്കുന്നത്. ഇവിടെ 3ാമതായിട്ട് വരുന്നതാണ് ഫിജിക്കാർട്ട്, അതായത് നമ്മളുടെ ഡയറക്റ്റ് സെല്ലിംഗ് മെത്തേഡ്. അവിടെ പരസ്യക്കാരും ഇടനിലക്കാരും എല്ലാം തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും ഒക്കെ കൊടുക്കുന്ന പൈസയാണ് യഥാർത്ഥത്തിൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ അല്ലെങ്കിൽ ഫിജിക്കാർട്ട് എന്നുള്ള ഈ ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേടാൻ സാധിക്കുന്നത്.
ഇനി പ്രോഫിറ്റ് ഷെയർ, നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് ലഭിക്കുന്നത്? പ്രോഫിറ്റ്. കമ്പനി 6 തരത്തിലുള്ള വരുമാനമാണ് നമുക്ക് തരാമെന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ വരുമാനമാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. ഇവിടെ നമ്മുടെ പേരിലേക്ക് നമുക്കൊരു ഐഡിയ ആണ് കിട്ടുന്നത്. ഈ ഐഡിയയിലൂടെ നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും കമ്പനിക്ക് നമ്മൾ വാങ്ങിച്ച സാധനത്തിന് പരസ്യത്തിന് കൊടുക്കേണ്ട ഒരു പൈസയുണ്ട്. അത് ആ എമൗണ്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ടുതരും. കാരണം നമ്മളാണ് ആ പ്രൊഡക്റ്റ് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. നമ്മളാണ് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നു. ഇതാണ് ഒന്നാമത്തെ തരത്തിലുള്ള വരുമാനം. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള വരുമാനമാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. അതായത് നമ്മളെ പേരിലേക്ക്, നമ്മളെ കൈകളിലേക്ക് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പാർട്ട്ണർഷിപ്പാണ് ആക്ച്വലി കിട്ടുന്നത്. ഒരു കടയാണ് നമ്മുടെ പേരിലേക്ക് കിട്ടുന്നത്. നമ്മൾക്ക് നമ്മുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും നമ്മളെ കടയുടെ കച്ചവടം കൂട്ടാൻ വേണ്ടി ഇതിൻ്റെ പാർട്ട്ണർഷിപ്പുകൾ കൊടുക്കാൻ സാധിക്കും. നേരിട്ട് 2 പാർട്ട്ണർഷിപ്പുകളാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക. ഒന്ന് ഒരു A ഫ്രാഞ്ചൈസിയും ഒന്ന് B ഫ്രാഞ്ചൈസിയും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന് ഒരു ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഒന്ന് ഒരു റൈറ്റ് സൈഡ് എന്നല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. അങ്ങനെ 2 സ്റ്റോറുകൾ മാത്രമാണ് നമുക്ക് നേരിട്ട് കൊടുക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കുക. അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ സ്റ്റോറുകളിൽ ഒരു സെയിൽസ് വോളിയത്തിൻ്റെ കച്ചവടം നടന്നു. നമ്മൾ ID രജിസ്റ്റർ ചെയ്ത് കൊടുത്ത സുഹൃത്ത് ഒരു പോയിന്റിന് സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെയിൽസ് വോളിയം എന്ന് പറയുന്നതും പോയിന്റ് എന്ന് പറയുന്നതും സെയിം ആണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 20 രൂപയാണ് ക്രെഡിറ്റ് ആവുക. അങ്ങനെ 100 സെയിൽസ് വോളിയത്തിൻ്റെ കച്ചവടം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2000 രൂപ കയറും. അതായത് ഒരു പോയിന്റിന് 20 രൂപ വെച്ച് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 100 പോയിന്റിന് 2000 രൂപ കയറും. ഇത്തരത്തിൽ 500 സെയിൽസ് വോളിയത്തിൻ്റെ ബിസിനസ് നടക്കുന്ന സമയത്ത് 10000 രൂപയാണ് ഒരു ദിവസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുക. ഇങ്ങനെ മാച്ചിങ്ങിലാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുന്നത്. 500ഉം ലെഫ്റ്റ് സൈഡിൽ 500ഉം റൈറ്റ് സൈഡിൽ 1000ഉം വന്നു എന്ന് കരുതുക. ഒരു ദിവസം വരുന്ന കച്ചവടത്തിൻ്റെ പോയിൻ്റാണ്. ഈ സമയത്ത് കുറവ് തമ്മിൽ മാച്ച് ആയിക്കൊണ്ട് 10000 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറും. ഇവിടെ കുറവ് 500 ആണ്. അങ്ങനെ 10000 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറും. ബാക്കി 500 പോയിൻ്റ് എവിടെയും പോവില്ല. ഈ 1500 പോയിൻ്റ് അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ആകുന്നതാണ്. ഇത്തരത്തിൽ ഒരു ദിവസം അനന്തരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ കമ്പനിയുടെ ലാഭത്തിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ 1500 സെയിൽസ് വോളിയത്തിൻ്റെ വരുമാനമാണ് ഒരു ദിവസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തരിക. 30000 രൂപ എല്ലാ ദിവസവും ബിസിനസ് എക്സ്പാൻഷൻ ബോണസിലൂടെ മാത്രം വാങ്ങിക്കാൻ സാധിക്കും. അത്തരത്തിൽ 30 ദിവസവും 30000 രൂപ വാങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം 9 ലക്ഷം രൂപ വരെ ബിസിനസ് എക്സ്പാൻഷൻ ബോണസിലൂടെ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. ജനറേഷൻ ബോണസാണ് അടുത്ത തരത്തിലുള്ള വരുമാനം. ഒരു മാസം റീപർച്ചേസിലൂടെ 20 മുതൽ 50% വരെ നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇത് 9 ലെവലുകളിൽ നിന്നായിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും. 9 ലെവൽ എന്ന് പറയുന്നത് നമ്മളിലൂടെ ഡയറക്റ്റായിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ, അവർ നമ്മളെ ഫസ്റ്റ് ലെവലാണ്. അവരിലൂടെ ഈ ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള ആളുകൾ, അത് നമ്മളുടെ സെക്കൻഡ് ലെവലാണ്. അത്തരത്തിൽ നമുക്ക് ഒരു പരിചയം പോലും ഇല്ലാത്ത ലെവലുകളായിരിക്കും ഒരു പക്ഷേ ഒരു 4ാമത്തെയോ 5ാമത്തെയോ ലെവലിനപ്പുറം. പക്ഷേ അവിടെ നിന്നൊക്കെ നടക്കുന്ന റീപർച്ചേസ് ഇൻകം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്നുള്ളതാണ് അടുത്ത വരുമാനത്തിൻ്റെ പേര്. കമ്പനിയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള വരുമാനമാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ്. ഒരു മാസം ഒരു സാലറി പോലെ ഒരു പെർഫോമൻസ് ബോണസായി കൃത്യമായിട്ട് ഒരു ദിവസം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു എമൗണ്ടാണ്. ഏകദേശം ഒരു 15000 രൂപയ്ക്ക് മുകളിൽ ഏതൊരു വ്യക്തിക്കും, ഒരു 15000നും 25000നും ഇടയിൽ ഏതൊരു വ്യക്തിക്കും ഒരു മാസം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരവസരമാണ്. കമ്പനിയുടെ 3ാമത്തെ റാങ്കാണ്. അത് കിട്ടാനുള്ള ക്രൈറ്റീരിയ വളരെ നിസ്സാരമായ ക്രൈറ്റീരിയകളാണ്. അത് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. 3ാമത്തെ റാങ്ക് മുതൽ കമ്പനിയിലുള്ള എല്ലാ റാങ്കുകളിലും ഈ കമ്പനിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നിടത്തോളം കാലം നമുക്കിത് വാങ്ങാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. അടുത്ത വരുമാനമാണ് ആനുവൽ പ്രോഫിറ്റ്. കമ്പനിയുടെ ലാഭത്തിൻ്റെ 0.5% മുതൽ 1.5% വരെ നമുക്ക് സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ ആൻഡ് മുകളിലേക്കുള്ള റാങ്കിലുള്ള ആളുകൾക്ക് വർഷത്തിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെടും. ഇതൊരു വലിയ തുകയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ആണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. ആ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റാൻ പാകത്തിലുള്ള ഒരുപാട് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് നമ്മുടെ കമ്പനിയിലുണ്ട്. അതിൽ ഒന്നാമതാണ് റൈഡർ ഫണ്ട്. കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് 50000 രൂപ നമുക്ക് ബൈക്ക് ഫണ്ടായിട്ട് നേടാൻ സാധിക്കുന്നു. അടുത്ത റാങ്കായിട്ടുള്ള സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് നമുക്ക് 5 ലക്ഷം രൂപയാണ് കാർ ഫണ്ടായിട്ട് നമുക്ക് നേടാൻ സാധിക്കുന്നത്. സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ എന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് നമുക്ക് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ലക്ഷറി ടൂർ ഫണ്ടായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത റാങ്കായിട്ടുള്ള നാഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ എത്തുന്ന സമയത്ത്
50 ലക്ഷം രൂപയാണ് പ്രീമിയം കാർ ഫണ്ടായിട്ട് നമ്മളെ കമ്പനി നമുക്ക് തരുന്നത്. ലാസ്റ്റ് റാങ്ക് ആയിട്ടുള്ള നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്നുള്ള റാങ്ക് എത്തുന്ന സമയത്ത് 1 കോടി രൂപയാണ് നമ്മൾക്ക് ഹാപ്പി ഹോം ഫണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് തരുന്നത്. അങ്ങനെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ആയി ടോട്ടൽ 1,65,50,000 രൂപ ടോട്ടൽ നമുക്ക് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ആയിട്ട് നേടാൻ സാധിക്കുന്നുണ്ട്. ഇത് കമ്പനിയുടെ ക്രൈറ്റീരിയയാണ്, റാങ്ക് ക്രൈറ്റീരിയകൾ. അങ്ങനെ 13 റാങ്കുകളാണ് നമ്മൾ വരുമാനം വാങ്ങുന്നതിനനുസരിച്ച് ഈ കമ്പനിയിൽ നമുക്ക് നേടാൻ സാധിക്കുക. ഒരു പക്ഷേ ഈ ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ആളുകൾക്ക് എങ്ങനെ പറയണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ ഫ്രീ ആയിട്ട് നമുക്ക് ട്രെയിനിങ്ങും സ്കിൽ ഡെവലപ്മെൻറ്റും ഫിസിക്കൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ലീഡർഷിപ്പ് എംപവർമെൻറ്റ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന അവസരം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ഓഫീസുകളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് fijicard.com എന്നുള്ള നമ്മുടെ കമ്പനിയുടെ പ്ലാൻ.